സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഗംഭീരമായ കലാപ്രകടനങ്ങൾ. അതിനൊപ്പം എത്ര ആളുകളാണ് വരുന്നത്. അപ്പോൾ കുട്ടികളും മുതിർന്നവരൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. സ്വാഭാവികമാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാലിന്യങ്ങളൊക്കെ വരും. ഈ തിരക്കിൽ അതൊക്കെ വൃത്തിയാക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കലോത്സവത്തിന് കൊടിയിറങ്ങി പിന്നെ മണിക്കൂറുകൾ കൊണ്ട് ആ നഗരത്തെ ശുചീകരിച്ചിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. അത് എല്ലാവരും ഒത്തൊരുമിച്ചാണ് ആ ഒരു ശുചിത്വ ദൗത്യത്തിന് ഇറങ്ങിയെന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ജോലിക്കാർ മാത്രമല്ല, ജീവനക്കാർ മാത്രമല്ല, കോർപ്പറേഷൻ മേയറും സെക്രട്ടറിയും ഒക്കെ നേതൃത്വം നൽകിയാണ് അങ്ങനെ തൃശ്ശൂർ റൗണ്ടിനെ കുട്ടപ്പനാക്കിയിരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം പോലുള്ള ഒരു പരിപാടി നടന്നാൽ എത്രത്തോളം മാലിന്യം ഒരു നഗരത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തൃശ്ശൂരിൽ എല്ലാ വേദികളും സ്വരാജ് റൗണ്ടിലും പരിസരത്തുമായതോടെ നഗരത്തിനു ചുറ്റും പേപ്പർ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി. ഇന്നലെ മോഹൻലാൽ പങ്കെടുത്ത സമാപന സമ്മേളനത്തിനും ആയിരക്കണക്കിന് പേരാണ് ഒത്തുചേർന്നത്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള തൃശ്ശൂർ നഗരം പൂർവ്വസ്ഥിതിയിലാകാൻ വളരെ ചുരുങ്ങിയ സമയം മതിയായിരുന്നു. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്ക് മാത്രമുള്ള ഒരു ചുമതലയായല്ല അതിനെ മറ്റുള്ളവർ കണ്ടത്. മേയറും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും ഒന്നിച്ചിറങ്ങി. ഇന്നലെ വൈകുന്നേരം മാലിന്യങ്ങൾ നിറഞ്ഞുകിടന്ന ഇടം ഇന്ന് രാവിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തീർത്തും ക്ലീൻ. ഏകദേശം 150ഓളം വരുന്ന ശുചീകരണ തൊഴിലാളികൾ, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വെളുപ്പിന് 5:30 മുതൽ ഞങ്ങൾ ഈ പൂരപ്പറമ്പ്, എക്സിബിഷൻ ഗ്രൗണ്ട് ഇതെല്ലാം വൃത്തിയാക്കുന്ന ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലാണ്. ക്ലീൻ സിറ്റി, തൃശ്ശൂർ സിറ്റി എന്നുള്ള ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. പാറമേക്കാവിന് മുൻവശമുള്ള തേക്കിൻകാടിലെ പ്രധാന വേദിയും അനുബന്ധമായ എല്ലാ വേദികളിലും ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേഷന്റെ മേയറും കൗൺസിലർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും അടക്കം ഒരു ടീം കോർപ്പറേഷൻ തന്നെ ഇന്ന് ശുചീകരണ പ്രവർത്തനമായി രംഗത്തിറങ്ങി. ലക്ഷക്കണക്കിന് ആളുകളെത്തുന്ന തൃശ്ശൂർ പൂരത്തിനുൾപ്പെടെ മണിക്കൂറുകൾ കൊണ്ട് നഗരം ശുചിയാക്കുന്ന ചരിത്രമാണ് കോർപ്പറേഷനുള്ളത്. 24 മണിക്കൂറും ഇവര് പരിപാടി നടക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടും എല്ലാം ഓൺ ദ സ്പോട്ട് ക്ലീനിങ് പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിരുന്നത്. വളരെ ക്ലീനായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ശുചിത്വം പാലിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് ഇത്രയും ദിവസം ഏകദേശം 10-15ഓളം ദിവസം ഇവിടെ തന്നെ പണി ചെയ്ത എൻ്റെ ടീം ശുചീകരണ തൊഴിലാളികളാണ്. ഇവരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം മാത്രമല്ല, പാചകപ്പുരയും മറ്റു വേദികളും ഉൾപ്പെടെ നഗരത്തിന്റെ മുക്കും മൂലയും വൃത്തിയായി കഴിഞ്ഞു. നഗരം പൂർവ്വസ്ഥിതിയിലായി. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. അപ്പോൾ ലിഷോയ് പറയും, ലിഷോയ് കണ്ടതാണ് അല്ലേ എന്തൊക്കെയാണ് കഴിഞ്ഞ 5-6 ദിവസം നടന്നത്, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അത് മനോഹരമായി വീണ്ടും തൃശ്ശൂർ നഗരം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ തന്നെയാണ് വേണ്ടത്. അത് നന്നായി തുടരാൻ കഴിയട്ടെ. അപ്പോൾ പുതിയ ഭരണസമിതിക്കല്ലേ കുറച്ചുകൂടി ഊർജ്ജത്തോടെ മുന്നോട്ട് പോകാം. സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 10,000-കണക്കിന് അതിലധികം ആളുകളൊക്കെ തന്നെ എത്തുന്ന ഒരിടമാണ്. അങ്ങനെയുള്ളൊരിടം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തേക്കിൻകാട് മൈതാനത്ത് തന്നെ 3 സ്റ്റേജുകളുണ്ടായിരുന്നു. മാത്രമല്ല അതിനോട് ചുറ്റുമുള്ള സ്കൂളുകളിലും അക്കാദമികളിലും ഒക്കെ തന്നെ മറ്റ് സ്റ്റേജുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം ആളുകൾ ഒരേ ഇടത്ത്, വളരെ ചെറിയൊരിടത്ത് വരുമ്പോഴുള്ളൊരവസ്ഥ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം മാലിന്യം അവിടെ കുമിഞ്ഞു കൂടുമെന്നുള്ളത്. മാത്രമല്ല അവിടെ കുപ്പിവെള്ളവും അതുപോലെ തന്നെ ഈ പേപ്പർ നോട്ടീസ് വിതരണവും ഒക്കെ തന്നെ ഒരുപാടുണ്ടായിരുന്നു. മാത്രമല്ല തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കൂടാതെ അവിടെ എത്തുന്ന മറ്റുള്ളവരുടെയൊക്കെ തന്നെ കയ്യിൽ നിന്ന് അവിടെ നിലത്ത് വീഴുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ പക്ഷേ എല്ലാ ദിവസവും ചെറിയ തോതിലൊക്കെ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ അതല്ല, എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു മാസ് ക്ലീനിങ് എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു എല്ലാം തന്നെ ചെയ്തത്. ഇത്രയധികം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു ഇടത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്, അതായത് ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ശുചീകരണ തൊഴിലാളികൾ മാത്രമല്ല കോർപ്പറേഷനിലെ എല്ലാവരും തന്നെ, മേയറും ഡെപ്യൂട്ടി മേയറും മാത്രമല്ല അവിടെ
അവിടുത്തെ സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും എല്ലാവരും ഒന്നിച്ച് ഈ ശുചീകരണ തൊഴിലാളികളുടെ മാത്രം ഒരു ചുമതലയല്ല ഇത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ക്ലീനിങ് പ്രവർത്തികൾക്കൊക്കെ തന്നെ എന്തായാലും ഇറങ്ങിയത്. ഈ മോഹൻലാൽ സമാപന സമ്മേളനത്തിന് എത്തിയതിനാൽ തന്നെ സാധാരണ ഉണ്ടാകാറുള്ളതിനേക്കാൾ ഒരു 3-4 മടങ്ങ് ആളുകളാണ് അവിടെ എത്തിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നലെ രാത്രി നോക്കുമ്പോൾ നഗരം പൂർണ്ണമായും വലിയ തോതിൽ പേപ്പർ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കൃത്യമായി എല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൃത്തിയുടെ കാര്യത്തിൽ നല്ല കാര്യം തന്നെയാണ് അങ്ങ് ആ ഒരു കൂട്ടായ്മയിലൂടെ അത് ചെയ്ത്. പക്ഷേ അല്ലാതെ ഒരു അഭിപ്രായം കൂടി ഇതിൽ പറയട്ടെ. നമ്മുടെ ഒരു പ്രശ്നമാണ്, നമ്മളൊരു ഇവന്റ് നടക്കുന്നു, ആ ഇവന്റിന് ശേഷം നമ്മൾ പിന്നെ എല്ലാവരും കൂടെ കൂട്ടായി ചേർന്ന് അതിന് വൃത്തിയാക്കുക എന്നാണ്. പക്ഷേ ആ ഇവന്റ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് ഈ മാലിന്യം വലിച്ചെറിയാനുള്ളതല്ല, കൃത്യമായി വേസ്റ്റ് ബിന്നുകളിൽ അതിൽ ഒരു കൃത്യതയോടുകൂടി അത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ പണിയുടെ ആവശ്യം തന്നെയില്ല. ഏത് വലിയ ഇവന്റ് ആണെങ്കിലും നമ്മൾ വലിച്ചെറിയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നവും കൂടി ഉദിക്കുന്നില്ല. അതും കൂടി കാണേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്കൊരു പരിപാടി നടക്കുക, അതിന് ശേഷം വൃത്തിയാക്കലാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതി. അതിനെയും തെറ്റു പറയുന്നില്ല. പക്ഷേ ഈ ഒരു മനോഭാവം കൂടി മാറണം.